അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പം ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ നീച്ച്, ഇപ്പോൾ എത്ര നേരത്തെ നീച്ചാലും ഇരുട്ടൊന്നും പോകില്ല അല്ലേ. പിന്നെ അങ്ങനെ പുറത്തു കൂടെ വന്ന് നോക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും പോയിട്ടില്ല, കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് നോക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സൂര്യനെ കൊതിച്ച് ഇങ്ങനെ വരുന്ന കാണാൻ. അപ്പം ഞാൻ നേരെ കിച്ചണിൽ പോന്നിട്ടുണ്ട്. ഞാനിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ചപ്പാത്തി അതിലേക്ക് അതേപോലെ മുട്ടക്കറി, തേങ്ങ അരച്ചിട്ടുള്ള ഒരു മുട്ടക്കറി. എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ടേസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടൈമൊന്നും കളയാതെ വേഗം ചപ്പാത്തി പൊടിയൊക്കെ എടുത്ത് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ച്. ചൂടില്ലാത്ത വെള്ളമാണ്, സാധാ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരിച്ചിരി ഉപ്പ് കലക്കിയിട്ട് ഞാനങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഒന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനില്ല. ഇത്ര വെള്ളമൊന്നുമില്ല, കണക്കില്ല. നമുക്ക് ആ ഒരു പൊടിയുടെ പാകത്തിനനുസരിച്ചിട്ട് വെള്ളം പാർന്ന് ആ ഒരു ഇതാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഓയിൽ. അതോ അതിന് ശേഷം നന്നായിട്ട് കുഴച്ച് ഞാനത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വേറൊരു പാൻ എടുത്തിട്ട് നമുക്ക് കറിക്കുള്ള കാര്യങ്ങൾ നോക്കാം. ചപ്പാത്തി അവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം ഇരിക്കട്ടെ, നല്ലുള്ളത് സോഫ്റ്റായിട്ട് വരിക. അപ്പം വേറൊരു പാനിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് തീയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം, വളരെ കുറച്ച് ഉലുവ. അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വെല്ലുള്ളിയാണ് ഇട്ട് കൊടുക്കണത്. 2 വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഞാനത് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം, എത്രയാണ് ആവശ്യത്തിന്, ഉള്ളിക്ക് ആവശ്യത്തിനില്ല ആ ഒരു ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് ഉള്ളിക്കൊന്ന് ബ്രൗൺ കളർ ആവണ വരെ ആവട്ടെ. അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുത്ത് അതിലേക്ക് ഞാൻ ഇച്ചിരി പച്ചമുളകാണ് ഇടുന്നത്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നോക്കാം. അതിന് ശേഷം ഞാൻ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ആ ടൈമിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനത് ഇട്ടിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ ക്യാമറയിൽ എടുക്കാൻ മറന്നു. അതിന് ശേഷം പിന്നെ ഞാനൊരു മല്ലിയില പോലെയുള്ള ഒരു ഇലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റാണ് നമ്മളെ കറിക്ക്. അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ കറിയുടെ കാര്യം ഞാൻ അങ്ങനെ ഇളക്കി കൊടുത്തൊക്കെ നോക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി, പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി, പിന്നെ അതിന് ശേഷം ഗരം മസാല, വളരെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിന് ശേഷം ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് കടന്ന് ഒന്ന് വെന്ത് ഇതായി വരട്ടെ. നമുക്കിതൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഇച്ചിരി വലിയ ജീരകം, പിന്നെ അതേപോലെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് അരച്ചതാണ്. അതിലേക്ക് ആ ഒരു മിക്സ് ഇതിലേക്ക് ആക്കുക. പിന്നെ നമ്മൾ മിക്സിയൊക്കെ കഴുകി തുടച്ച ആ ഒരു വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് തിളക്കണുണ്ടായിരുന്നു.
കറിയൊക്കെ ഏകദേശം ആയി, നല്ല തള വന്ന്. അപ്പോഴത്തേക്കും ഞാൻ നമ്മളെ ആ ഒരു ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ റൗണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മളെ കറി. അതിൻ്റെ ഇടയിൽ തന്നെ ചപ്പാത്തിക്ക് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഇച്ചിരി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ടോ? എനിക്ക് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗ്ലാസ് ചായ വേണം. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കിയതാണ്. എന്താ രാവിലെ നേരെ വെളുത്തോ എന്നൊക്കെ ഇങ്ങനെ നോക്കി വന്നതാണ്. സമയം 7 മണി കഴിഞ്ഞു. ഞാൻ അപ്പോഴത്തേക്കും വേഗം ചപ്പാത്തിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ചപ്പാത്തി പരത്തുകയാണ്. ചപ്പാത്തി പരത്തുന്നത് നമുക്ക് പൊടിയും കാര്യങ്ങളൊന്നും നേരായിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എൻ്റെ മാവാണെങ്കിൽ ഇച്ചിരി ലൂസായി പോയി, അതാണ് എനിക്ക്. എന്നാലും കുഴപ്പമില്ല, ഞാനതൊക്കെ പരത്തി ഒക്കെ റെഡിയാക്കി സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ഒക്കെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് ഞാനൊരു അടി കട്ടില്ല നല്ലൊരു തവ വെച്ചിട്ടുണ്ട്. ഒരു ഇൻഡാലിയത്തിൻ്റെ ഒരു ഇതാണ്, പാനാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്ത് നമ്മൾ ചപ്പാത്തിനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ചപ്പാത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ബബിൾസ് വരുന്ന ടൈമിൽ നമ്മളെ ആ ഒരു ചട്ടകം കൊണ്ട് ഒന്ന് പ്രസ്സാക്കും കൂടി ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റിൽ ചപ്പാത്തി ഇവിടെ കിട്ടും. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഓയിലൊക്കെ തൂവി കൊടുക്കുന്നുണ്ട്, അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ചപ്പാത്തികളും ഞാനിവിടെ ഇങ്ങനെ ഓരോന്നായി ചുട്ടെടുത്തിട്ടുണ്ട്. ചപ്പാത്തി പരിപാടിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അപ്പോഴത്തേക്കും നമ്മളെ ആ ഒരു കോഴിമുട്ടനൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ നമ്മളെ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ? ഒരേ ടൈമിൽ നമുക്ക് പല ജോലികളും ചെയ്യാൻ വയ്ക്കുമല്ലോ. അപ്പോൾ ഒരു കാര്യം തന്നെ നോക്കാതെ ചപ്പാത്തി അതിൻ്റെ അവിടെ കിടന്ന് ആവുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ഞാനിവിടെ ഇങ്ങനെ വറുവൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. ചപ്പാത്തി അതാ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇടയിലായിട്ട് വേറെ പരിപാടികളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ചപ്പാത്തിയാണ്, അതേപോലെ തന്നെ നല്ല മുട്ടക്കറിയാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആണിത്. നമ്മളെ നൂലുപുട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എന്നിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ടു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എൻ്റെ അമ്മച്ചിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ്. ടൈം 8 മണിയായി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.